തുടക്കട്ടടിച്ചോ? ആണോ? ആണോ? ആ അവിടെയാ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വ്യായാമം എവിടെ? മുറ്റത്താ? ആ വ്യായാമം ചെയ്യണ്ട. അമ്മ ഇറങ്ങി നോക്കിയില്ലേ? ആരാ നോക്കിയില്ലേ? ഇല്ല. ആരാ അത്? ആ ഹാ 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 അതാരാ? വ്യായാമം ചെയ്യുന്ന ആരാ അത്? അമ്മ അറിയുന്ന വല്ലവരും ആണോ? അമ്മ അറിയുന്ന വല്ലവരും ആണോ? അമ്മ അറിയുന്ന വല്ലവരും ആണോ? ആരെങ്കിലും ആണോ ഒന്ന്? വന്നോണ്ടിരിക്കുന്ന ആളാണോ? ആണോ? വന്നോണ്ടിരിക്കുന്ന പരിചയമുള്ളൂ അല്ലേ? വന്നുകൊണ്ടിരിക്കുന്ന ആളെ പരിചയമുള്ളൂ. ചോദിക്കാൻ പറ്റാ ഇവിടെ വന്ന് ചെയ്യുന്നതിനകത്തിനാണ്. ഒച്ചയും ബഹളോ? കഥ അവിടെ വ്യായാമം ചെയ്യുന്നില്ല ഒരാള് അല്ലേ? ആ അമ്മയ്ക്ക് അതുപോലെ ചെയ്താലോ? അതുപോലെ അമ്മയ്ക്കും ചെയ്താലോ? ഇല്ലേ അല്ലേ? ആണോ? എത്ര നേരമായി? അസുഖങ്ങളും ഉണ്ടാക്കി 2 കൈയും കാലും എല്ലാം വെച്ചോണ്ട് പുറത്തിറങ്ങിയിരുന്ന് കണ്ടാലോ? പുറത്തിറങ്ങിയിരുന്ന് കണ്ടാലോ? കാണിക്കുന്ന കാട്ടായ കാണട്ടോ അല്ലേ? അമ്മ ഇറക്കി കാണുന്നില്ലേ? ഭയങ്കര പരിപാടിയാണ് അവിടെ. വ്യായാമം ചെയ്യുമല്ലേ? നമ്മക്കതുപോലെ ചെയ്യണം. നമുക്കതുപോലെ ഇച്ചിരി ചെയ്താലോ? ചേട്ടാ നമുക്കും അതുപോലെ അങ്ങ് ചെയ്താലോ? നമുക്കും അതുപോലെ ഇച്ചിരി വ്യായാമം ചെയ്താലോ ഒന്ന്? അമ്മയ്ക്ക് ചെയ്താലോ? ഞാൻ ചെയ്താൽ മതിയോ? അമ്മയ്ക്ക് കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടോ? കാലുവേദനയും കൈവേദനയൊക്കെ ഉണ്ടോന്ന്? കാലുവേദനയും കൈവേദനയൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെ വ്യായാമം ചെയ്താൽ മതി. കാലുവേദന കൈവേദന ഉണ്ടോന്നാ ചോദിച്ചേ? ഉണ്ടെങ്കിലേ അതുപോലെയൊക്കെ വ്യായാമം ചെയ്താൽ മതിയെന്ന്. ആ ഇതാണ്ടാ മതി അല്ലേ? ആണോ? എന്നൊക്കെയാ കാണിക്കുന്നത് അവിടെ നിന്ന്? അവിടെ പോയി ഇരുന്നാൽ കാണാലോ, നിൽക്കണ്ടല്ലോ. കസേര പോയി ഇരുന്നാലേ ചെയ്യുന്നത് കാണാലോ. നോക്കി നിൽക്കണം. നിൽക്കണം. കൈയെല്ലാം മേലോട്ട് വെക്കും. ആണോ? കൈ രണ്ടും തുടക്കട്ടടിച്ച്. തുടക്കട്ടടിച്ചോ? ആണോ? ആണോ? അമ്മ അമ്മ കഴിക്കുക കാണണ്ടല്ലേ? അമ്മയും കൂടെ കുടിക്കോളാൻ മേലായിരുന്നോ? എലിക്കുട്ടി അമ്മയും കൂടെ കുടിക്കോളാൻ മേലായിരുന്നോ? കുടിക്കാനോ? കൂടാൻ മേലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ ഇപ്പൊ കാലിന്റെ കീഴിൽ വേദനയൊക്കെ പോയല്ലേ? ആവശ്യമില്ല. ആവശ്യമുണ്ടെന്നേ ഇല്ലേ? ആവശ്യമില്ല. കുട്ടമ്മയ്ക്ക് വേദനയൊന്നുമില്ല. ഇതിനകത്തിനല്ലേ? അതാരാമ അവിടെ വ്യായാമം ചെയ്യുന്നത്? അല്ലെ പരിചയമുണ്ടോ?
അമ്മയ്ക്ക് പരിചയമുള്ള വല്ലവരും ആണോ? അമ്മയ്ക്ക് പരിചയമുള്ള വല്ലവരും ആണോ? ഉള്ള വല്ലവരും ആണോ? ആ പരിചയമൊന്നും ഇല്ലേ? ഇല്ലേ? ഇവിടെ എങ്ങാനും ഉള്ളതാണോ? നമ്മുടെ മക്കൾ വല്ലതും ആണോ? നമ്മുടെ മക്കൾ വല്ലതും ആണോ? അന്തം ബന്ധമില്ലാത്തവരാണോ? എലിക്കുട്ടി നമ്മുടെ മക്കൾ വല്ലതും ആണോ? നോക്കിക്കേ, മക്കൾ വല്ലതും ആണോ? ഷേപ്പ് നോക്കിക്കേ. കൈയും കാലെല്ലാം പൊക്കി കളിയല്ലേ? കാണണ്ടതല്ലേ? ഇവളോടൊക്കെ അതുപോലെ ചെയ്യാൻ പറ. ഇവളോടൊക്കെ അതുപോലെ ചെയ്യാൻ പറയാ. തീർന്നോ? ആ പോരുവാണ്. കൈയും കാലും ഒക്കെ അടിച്ച് ഇങ്ങനെ പൊക്കി ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് വ്യായാമം ചെയ്യണോ? അതെ, കയ്യൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി വ്യായാമം ചെയ്ത് കയ്യൊക്കെ ഇങ്ങനെ പൊക്കി താത്തൊക്കെ ചെയ്ത് വ്യായാമം ചെയ്യണമെങ്കിൽ ജോയിന്റിനൊക്കെ ഇല്ലേ? അതൊക്കെ വെച്ചാൽ എത്രത്തോളം പൊക്കാവുന്ന അത്രത്തോളം പൊക്കുക. അമ്മയ്ക്ക് ആവശ്യമില്ലേ? അമ്മയ്ക്ക് അതൊന്നും വേണ്ട അല്ലേ? മോശം ശീലമാണല്ലോ. ഇന്ന് ഏറ്റവും വെച്ചെന്ന് പറ. ഒരു അടിയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചോണ്ട് പോവാ. ധാരാമേ വരാത്തോണ്ട് കിടപ്പാണോ? കല്ലിനാ എന്നാ അത് പറിച്ച് കളയാൻ വരാഞ്ഞ മോളെ. അതിനാണോ പിന്നെ വന്നാണോ? രക്തം കുറഞ്ഞു പോയായിരിക്കും. എന്നതിൻ്റെ കുറവാ നിനക്ക്? രക്തക്കുറവാണോ? രക്തത്തിൻ്റെ കുറവാണോ? അല്ലേ? പിന്നെ എന്നാണ് അണപ്പല്ലിനാണോ? അത് കേടായിരിക്കും. ഒരു ആണോ? പിന്നെ അങ്ങനെ വേദന പഠിച്ചോ? പഠിച്ചതാണോ? ആ പഠിച്ചത് ഇനി വന്നം വരുമോന്ന് അറിയത്തുമില്ല. കൊച്ചെന്നാ പറഞ്ഞേ? ആ കൊച്ചെന്നാ പറഞ്ഞേ? അവിടെ ആ കൊച്ചേ എന്താ കേൾക്കാത്ത? എന്നാ എന്നാ പറഞ്ഞേ? ആ കൊച്ചെന്താ ഇപ്പോഴും കിടക്കുന്ന എന്തുകൊണ്ടാന്നാ പറഞ്ഞേ? കിടക്കണോ? അതിനാണ് വേലാഞ്ഞിട്ട്. മലായിട്ടാണോ? എന്ത് മലാഴിയാ? തലവേദനയാണോ? അപ്പൊ ഓരോരുത്തർക്കും മേലാഴി വരപ്പോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ അറിയാം. അമ്മയോട് അമ്മ ചോദിച്ചില്ലേ? അമ്മ ചോദിച്ചില്ലേ അവളോട്? ചോദിച്ചെന്ന് പറഞ്ഞാൽ വേദന എവിടെയോ ഓരോ സ്ഥലത്ത് മാറി ഒക്കെ കൊണ്ടാവും. അതിപ്പോ അവള് പറഞ്ഞില്ലേ എവിടെയാ വേദനയെന്ന്? അവള് പറഞ്ഞില്ലേ എവിടെയാ വേദനയെന്ന്? പിന്നെ അവളെ വേദന എവിടെയാന്ന് പറഞ്ഞില്ലേ അമ്മയോട്? വേദനയാണോ? ആ വേദന എവിടെയാണ് വേദന എന്ന് ചോദിച്ചപ്പോ പറഞ്ഞാൽ എവിടെയാ വേദന? എന്നിട്ട് പല്ലിലോ? പല്ല് അവളെ പല്ല് പറിച്ചായിരുന്നു. കുത്തിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അത് എടുത്തു കളഞ്ഞപ്പോഴേ മോണയുടെ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ തടിച്ചിരുന്നു. അത് ഡോക്ടർമാർ ചെത്തിക്കളഞ്ഞു. വേറെ പല്ല് വെക്കണ്ടേ? വേറെ പല്ല് വെക്കണ്ട, അത് അങ്ങേ അറ്റത്തെ പല്ല. ഒരുപാട് പല്ലിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വേദന. പല്ല ആവശ്യത്തിനുണ്ടല്ലോ. അതെ, പല്ലുണ്ട്. 10-20 പല്ല് പോരെ. ഇപ്പൊ അവർക്ക് 24 പല്ലേ ഉള്ളൂ. പല്ലിലിപ്പം 7 അല്ല 25 പല്ലുണ്ട്. 7 എടുത്താണ്. കമ്പി ഇട്ടപ്പം 4 എടുത്ത്. 4 അത് 2 അടുത്തായിട്ടാണ്. അടി 4 എടുത്തു അല്ലേ? അടിയിലെ എടുത്തായിരുന്നു അല്ലേ? ഒന്ന് അങ്ങനെ 4 പോയി. ഇപ്പം 3 പോയി.
ഈ നിസ്തന്തിയത്തെ ഒരു വീട് പോലെ, അതായത് ആവശ്യമില്ലാത്ത മനുഷ്യന് പ്രശ്നം. എല്ലാവർക്കും പ്രശ്നം, മിക്കവാർക്കും എല്ലാവർക്കും തന്നെ പ്രശ്നം. എന്നാണോ ഒന്നുമില്ല. ചുമ്മാ വന്നതല്ലേ? ഇവിടെ അടുക്കളയൊക്കെ കാണാൻ വന്നാണോ? കാണാൻ വന്ന ആണല്ലേ? എവിടം വരെയൊക്കെ ആയെന്നറിയാനാണോ? ഏ കാലാക്കലൊക്കെ എവിടം വരെ ആയെന്ന് അറിയാൻ വന്നതായിരിക്കും അല്ലേ? എവിടെയാ? ഇവിടെ അവിടെ പോയി പോകാനല്ല, എല്ലാം ഉണ്ടാക്കിയെന്ന് അറിയാൻ വന്നതായിരിക്കും. അവിടെ എന്താ സംഭവിക്കണമെന്നൊന്നും അറിയണ്ടേ അല്ലേ അമ്മേ? കാണാൻ വന്നാണ്. കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു. കൂടിലിരിക്കുന്നത് പിന്നെ മോയല്ല താമസിച്ചത്. എവിടെയാ? സാവുക്കൊച്ചല്ലേ സാവുമാനല്ലേ അവിടെ താമസിച്ചത്. ഇവിടെ ആ അവിടെയാ. ആഹാ ആ ആ സാബു താമസിക്കുന്ന വീടാ. സാബു താമസിക്കുന്ന വീടാ. അത് സാബു താമസിക്കുന്ന വീടാന്നേ. സാബു അവിടെ ഉണ്ടോ? വന്നോ പിന്നെ ആണോ? അവര് ആണല്ലേ. പിന്നെ സാബുവിൻ്റെ വീട് ഓർമ്മ വന്നിട്ടുണ്ട്. മറ്റേത് ആരെ താമസിക്കുന്നതൊക്കെ ഒന്ന് ചോദിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പണിയുന്നുണ്ടോ? പെര പണിത് താമസിക്കുമല്ലേ? പെര പണിത് അവിടെ താമസിക്കുമല്ലേ? അവിടെ പെരയൊക്കെ പണിത് കഴിഞ്ഞതാ, താമസിക്കുമല്ലേ ഇപ്പം? പിന്നെ പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞ് താമസിക്കുമല്ലേ? വർഷം എത്രയായി? വർഷം കുറേ ആയില്ലേ? കൊല്ലം വരുമ്പം പണിയാനുള്ള ഒരുക്കുന്നതാണ്. ആണോ? ആ എന്നപ്പോൾ പെര പണിത് കഴിഞ്ഞ് താമസമൊക്കെ തുടങ്ങി. എന്നെ ഒന്ന് കടത്തി വിടാമോ എലിക്കുട്ടിയമ്മേ? അല്ല, എനിക്ക് പുറത്തോട്ട് ഇറങ്ങണല്ലോ. നിങ്ങൾ രണ്ടും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവല്ലേ? പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അമ്മനെ തട്ടി വീഴല്ലേ? അവിടെ അമ്മ ഇപ്പം പറഞ്ഞില്ല അമ്മയുടെ സാബുക്കൊച്ചാന്ന്. ആ താമസമായോ? പിന്നെ എത്രയോ വർഷങ്ങളായി. ആണോ? ആ പോണോ അങ്ങോട്ട്? പോണോ? അയിനാ അമ്മയുടെ സാബുക്കൊച്ചല്ലേ പോകണ്ടേ ഇടയ്ക്കൊന്ന്? അമ്മയുടെ സാബുക്കൊച്ചല്ലേ ഇടയ്ക്കൊന്ന് പോകണ്ടേ? ഞാൻ പോയിട്ടില്ല ഒന്ന് പോലും. ആര് പറഞ്ഞു? അവിടെ പോയി 1 വർഷം നിന്നതാ. ആ ഓർക്കണില്ല. ഞങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അമ്മ മറന്നു പോയതാ. ഞാൻ വരവില്ലാത്തോണ്ടാ. എങ്ങോട്ട്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടി പോവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓടി പോവായിരുന്നു ഇവിടുന്നോ? ആ എന്നാലും ഇവിടെയല്ലേ അന്ന് തിന്നോട്ട്. നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും, എന്നിട്ട് വരും. അതുകൊണ്ടായിരുന്നു. ആ ഇപ്പൊ അവിടെ സ്ഥിരമാണോ? ഇപ്പൊ ഇവിടെ സ്ഥിരവാ. അല്ല അവിടെ അവന്റെ താമസം. ആ അവിടെ സ്ഥിരവാ. ആണോ? പെരയൊക്കെ ആ സ്വന്തം ആണോ? ശരി. ഇങ്ങോട്ട് പോക്ക് എങ്ങും പോവുകയല്ല. അമ്മയ്ക്കൊന്ന് പോണോ? വേണ്ട, ഞാനിപ്പോ ഒന്നും പോകില്ല. പക്ഷെ എന്നാലും ഒന്ന് പോകണ്ടേ? അതിന് എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേരുണ്ട്. സാവക്കൊച്ചെന്ന് പറഞ്ഞിട്ട് എത്ര നാളാണ്? ആണോ? സാവുകൊച്ചനെ കണ്ടിട്ട് ഒത്തിരി നാളായിരുന്നു. ഇന്നലെയും കണ്ടതാണല്ലോ. ഇന്നലെയും കണ്ടതാ. ഇന്നലെയോ? ആ അവനെയോ? ആ അവിടെ ഇന്നലെ ആരാ അങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയില്ല, അവനിങ്ങനെ വന്നായിരുന്നല്ലോ. ഞാനിവിടെ ഇല്ലല്ലോ. അമ്മ എവിടെ പോയേക്ക് വരുന്നു? എലിക്കുട്ടി എവിടെ പോയേക്ക് വരുന്നു? ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ലായിരുന്നോ? പിന്നെ പൂട്ടിയോ? പൂട്ടിയോ? പിന്നെ പൂട്ടിയോ? ആ പശു ഇല്ല കിടന്ന് കരയുക. ജോമോനോട് അതിന് തീറ്റ കൊടുക്കാൻ പറ. ആ പശു ഇല്ലേ, അത് കിടന്ന് കരയുക. എവിടെയാ? കൂട്ടിലുണ്ട്. അതിനെ ഇറക്കിയില്ലേ? ഇറക്കാനോ? ഇറക്കാൻ സമയം ആകുന്നേ ഉള്ളൂ. എങ്ങോട്ടാ ഇവിടെ ഇറക്കണം? പറമ്പിലോട്ട് കേട്ടോ, പുല്ലിഷ്ടം പോലെ ഇരിക്കുമല്ലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. സാവുവിനെ കണ്ടില്ലെന്ന് കൊണ്ടിട്ട് ഒത്തിരി നാളായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ സാവു കൂടെ വന്നതാണ്. പല്ല് തേച്ചേക്കാം.
പല്ല് തേച്ചേക്കാം. പല്ലോ ആ പല്ല് തേക്കട്ടെ. രാവിലെ തേക്കേ. രാവിലെയാ. പിന്നെ ഇപ്പൊ രാവിലെയാന്നേ. എന്നാ ഇപ്പം രാവിലെ എന്നാ തേച്ചോ. ഇപ്പം പല്ലൊന്നും തേക്കണ്ട. പല്ല് തേക്ക്. ഞാൻ പല്ലൊക്കെ തേച്ചു. എനിക്ക് പല്ല് തേച്ചിട്ടില്ല. കഴിക്കണം. പല്ല് തേച്ച് ഇപ്പൊ തന്നെ തരും അമ്മയ്ക്ക്. കഴിക്കാൻ തരും. ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നാ ഒരു പല്ല് ഒന്ന് തേച്ചാൽ മതി. ഒന്നേ തേക്കുന്നുള്ളൂ. പിന്നെ തേക്കണ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ തേച്ചാൽ മതി. രാവിലെ ഒന്ന് തേച്ചാൽ മതി. ഇപ്പോൾ വൈകിട്ടൊന്നും തേക്കണ്ടല്ലോ. രാവിലെ ഒരു ഉപ്പാ വേണം. വേണ്ടായിരുന്നു പോരല്ലോ. ആ പണിയായെന്ന് തോന്നി. ഇത് ഉപ്പാവ് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയതാണ്. അവിടെ രണ്ടുപേർക്കുള്ള ഇടിയപ്പം ഇരിപ്പുണ്ട്. ആണോ? നീ ഒന്നും ഉണ്ടാക്കി ഫ്രിഡ്ജ് കയറ്റി വെക്കണ്ടല്ലോ എന്നോർത്തായിരുന്നു. പിന്നെ മിച്ചം അത് ഉണ്ടാക്കി മതിയായിരിക്കും വിചാരിച്ചുണ്ടാക്കിയത്. ഇപ്പം കുറവാന്ന് തോന്നുന്നു. ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഏ ഇങ്ങോട്ട് അങ്ങ് പോകണ്ടേ? ആ മുറിലോട്ട് പോകണ്ടേ? അതിന് വേണ്ടി വന്നതാ. മുറിയാരാ? ഏ അവിടെ ആരുമില്ല. അങ്ങോട്ട് കയറാനായിട്ടാ. കഴിക്കാറായോ? അമ്മ പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ടേ. അമ്മ പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ആ എന്താ ഉണ്ടായിക്കോട്. എലിക്കുട്ടിക്ക് ഓട്സ് ഉണ്ടാക്കണമെന്ന്. നോക്കുന്നുണ്ടോ? പുച്ഛ വിട്ട് നോക്കുന്നു. നീ എന്നാ കാണിക്കണമെന്ന് നോക്കി ഒന്ന് നിൽക്കുന്ന അല്ലേ? ആ എലിക്കുട്ടി പുച്ഛിച്ചു നോക്കുന്നു. പുച്ഛിച്ചൊന്നുമല്ല. നീ അവിടെ നിന്നെ കോപ്രായ കാണിച്ചോണ്ടിരിക്കണമെന്നാ നോക്കണേ അല്ലേ? ഒരു അനുസരണ ഇല്ലാതെ അല്ലേ? ആ ഒന്നും പറഞ്ഞില്ല. ആ ഉണ്ടോ? ദുഃഖിക്കുന്നതല്ല പറഞ്ഞു. പുച്ഛിക്കുന്നാ. പുച്ഛിക്കുന്നാ പറഞ്ഞു. പുച്ഛിക്കുന്നെന്ന്. പുച്ഛിക്കുന്നേ. അമ്മ അവളെന്നാ കാണിക്കണത് അങ്ങനെ കോപ്രായം നോക്കി നിന്നതാ. ആ പേപ്പർ കഴിഞ്ഞ ദിവസത്തെ പേപ്പറെല്ലാം കൂടെ ഇല്ലേ? നാളെ അങ്ങോട്ട് പോവാന് എന്നാ പരിപാടി അവിടെ? എന്നാ പരിപാടി അവിടെ? എന്നാ പരിപാടി? പല്ല് കൊച്ചത്തട എത്രയില്ല പഠിക്കണേ? ഇപ്പം +2 കഴിഞ്ഞു. 10 +2 കഴിഞ്ഞു. ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞു. കഴിഞ്ഞു. ഫിനിഷ് ചെയ്തു. +2 കഴിഞ്ഞു. 10ാം ക്ലാസ്സിലാ. PDC കഴിഞ്ഞെന്ന്. PDC കഴിഞ്ഞു. വീടിയൊക്കെയാണോ? അത് ഫിനിഷ് ചെയ്തു. ആണോ? ഇതായോ? തീർന്നു. എളുപ്പമുണ്ടോ? PDC കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് പോകണം അല്ലേ? ഞങ്ങൾ ഡിഗ്രിക്ക് പോവാ. ഡിഗ്രി പോക്കൊന്നും ഇല്ലേ? അതാണ് ചിലപ്പം ചെയ്യാൻ പോകുന്നത്. നഴ്സിംഗിന് പോകുന്നതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം അല്ലേ? എന്താ കഴിക്കാൻ വിളിക്കുന്നു? താമസം പിന്നെ വേറെ ആരും ഇല്ലേ? ഉണ്ട്. കാട്ടന്മാരുണ്ടോ? എൻ്റെ അമ്മയും മുപ്പനുണ്ട്. ഉണ്ടോ? അമ്മയും പപ്പായും ഒക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മ ഇപ്പം മുത്തത്തില്ല. അവരിതിന് എല്ലാവർക്കും ഇവിടെ ചുമ ഇവിടെ ഇരിക്കുക. അമ്മ വേണ്ട അവിടെ മിറ്റടിക്കണമെന്ന് പറ. പപ്പാവ് പത്രം വായിക്കുന്നു. ഒരാൾ. അതാണ് അമ്മ. അതാണ് എൻ്റെ അമ്മ. അമ്മയാണോ?
അപ്പം നിനക്ക് അവിടെ ആരാ വീട്ടിലുള്ള വീട്ടിലുള്ളത് ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്. പിള്ളേരും അതോ അല്ല, ഇതെന്റെ വീടാ. ആക്കളമാരും മക്കളും ഉണ്ടായിരിക്കും അല്ലേ? ഇല്ലേ? ഇല്ല. ആക്കളമാരില്ലേ? ഓ ഉണ്ട്. ഓഹോ. നല്ല കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ എടുത്ത് വെച്ചോ. കഴിച്ചോ പോയി. അമ്മയ്ക്ക് ഏലിക്കുട്ടി അമ്മയ്ക്കാ. കഴിച്ചോടി. ആരാ വീട്ടടിക്കുന്നത്? താരാ ആരെവിടെയുള്ള കൊച്ചുക്കൾ ആണോ? പുറത്തുനിന്ന് വല്ലൊരുമ്പോഴോ? അതില്ല, പുറത്തുനിന്ന് ആരും വന്നടിക്കാനാ. മധുരം ഉണ്ടോ? മധുരമൊക്കെ ഉണ്ടോന്ന്? പിള്ളേരൊക്കെ വിറ്റാടി. ഏത് പിള്ളേരാമേ? ഏത് പിള്ളേരാ മിറ്റടിക്കുന്നത്? ഏത് പിള്ളേരാന്ന് മിറ്റടിക്കുന്നതേ? ആ, അതാരാന്നാ ചോദിച്ചേ. ആ, വഴി അടിക്കുന്നുണ്ട്. ആരാ അത്? അമ്മ അറിയുന്നറിയണ്ടേ? എൻ്റെ കഞ്ഞി എടുത്ത് വെച്ചാണ്. കഞ്ഞി കുടിക്കുന്നില്ലേ? വെള്ളം കുടിക്കുക. പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ട്. സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന്. പുളിശ്ശേരി ആ, പോയി കഴിച്ചോ. വീട്ടിലേക്ക് പോവല്ലേ? അതിനെപ്പോ പോണേ? ഇപ്പൊ പോണേനത്തിനാ? ഞങ്ങൾ പോകും. അല്ല, ഇപ്പൊ എന്തിനാ പോണെന്നാ ചോദിച്ചേ? ഇപ്പോഴെന്തിനാ പോകുന്നതെന്നാ ചോദിച്ചേ? അവിടുത്തെ കാര്യം നടത്താം. അവിടുത്തെയോ? അവിടുത്തെ കാര്യം നടത്താൻ അവിടെ ആരും ഇല്ലേ? ആ, പോരെ? പിള്ളേരെല്ലാം വലുതായല്ലേ, അവർ നടത്തിക്കോളൂല്ലോ. കഴുകിയിട്ട് വാ. കേട്ടോ, എല്ലാവരും എടുത്തു വെക്കുന്നു കഞ്ഞിയൊക്കെ. ചുമ്മാ കിടക്കുമല്ലേ? ഉപ്പെടുത്തോണ്ട് വരുന്നതുകൊണ്ടാ. ഉണ്ടോ? ഉപ്പുണ്ടോ? മതിയോ? ഒരു കൊച്ചാണ്ടിരിക്കണം. ഒരു കൊച്ച് വേറെ കറങ്ങാൻ പോയി. ഒരു കൊച്ച് പരിക്കാത്തിരിപ്പുണ്ട്. ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അവന് വെക്കണ്ട. ഒന്ന് ആണ്ട് അവിടെ കിടക്കണം. അവിടെ കഞ്ഞി കുടിച്ചോന്ന് ചോദിച്ചു. അല്ല, അവളോട് കഞ്ഞി കുടിച്ചോന്ന് ചോദിച്ചായിരുന്നു. എല്ലാരും കൂടെ ഇരിക്കുമ്പോൾ ചോദിച്ചില്ലേ? നമ്മൾ ചോദിക്കരുത്. ഇന്ന് പുറത്തേക്ക് നോട്ടം ഇല്ല. അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും കൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പുറത്തേക്ക് നോട്ടം വേണ്ടെന്ന് വെച്ച് നേരെ കഞ്ഞിപ്പാത്രത്തിലും. ആ, അത് തന്നെ.
തോരങ്കറി അടിയിലുണ്ടെന്ന് പറഞ്ഞേ. ഇഷ്ടമുള്ള അറിയാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള അറിയാം. എല്ലാം ഇഷ്ടമാണ്. ഞാൻ പാവയ്ക്ക് ഇട്ട് കൊടുത്തത്. ഉച്ചക്കത്തെ കഞ്ഞികുടി കഴിഞ്ഞപ്പോൾ മുതൽ എലിക്കുട്ടിയമ്മ പ്രാർത്ഥന തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ ഇച്ചിരി കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈറ്റ് വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയതാണ്. ഇപ്പോൾ അരമണിക്കൂർ മുകളിലായി. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ആകാശങ്ങളിരിക്കുന്ന പാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോരക്ഷനായ ഉത്തം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഏകദൈവ ത്രിയത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ ഉണ്ണിയെന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കന്യാസ്ത്ര നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. വിശ്വാസിയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കാലപൂഴ്ചയ്ക്കും യോഗ്യായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ആകാശമോത്സലെ വാതലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഉഷകാലത്തെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. രോഗിയുടെ സംസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ദോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. യാവന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കാറ്റാണോ? ഭയങ്കര കാറ്റ്. ആ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ സന്ധ്യയായി പോയി കിടക്കാന്നും പറഞ്ഞ് കാറ്റും മഴയാ നടന്ന എലിക്കുട്ടിയാണ്. ഇപ്പം കാറ്റും മഴയാന്നാണ് പറയുന്നത്. കർത്താവേ അനുഗ്രഹിക്കണേ. അതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മതിയില്ലേ? അരമണിക്കൂർ കഴിഞ്ഞു. ഒരു 3-4 ലുത്തിനിയ ചെല്ലി. ഇപ്പം 3-4 ലുത്തിനിയ ചെല്ലി. 3-4 ലുത്തിനിയ ചെല്ലിന്ന്. ലുത്തിനിയായേ 3-4 ചെല്ലി. ചെല്ലി ഇപ്പം. ആ നിങ്ങളുടെ ശ്വാസം പിടിച്ച് ചെല്ലുമല്ലേ? മതിയില്ലേ? ഗ്യാസ് കയറും. ആ സകല പൂഴ്ചയും യോഗ്യമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ. സകല അദ്ദേഹങ്ങൾക്ക് അധികൃതയും കേറ്റിതമായി ഈശ്വരത്തിലോർത്തായി ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. മറിയത്തിൻ്റെ വിലമേർത്തയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധാവസ്ഥയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ടവർക്ക് ഹിതമറിമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സന്ധ്യയായെന്നും പറഞ്ഞാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. വിജയ അനുഗ്രഹിക്കണം. സന്ധ്യപ്രാർത്ഥനയായിട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് കുളിച്ചിട്ട് പോകാന്ന് പറയരുത്. കുളിച്ചോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ? പൂർത്തിയായില്ല. പൂർത്തിയായില്ലേ? നമുക്ക് പ്രാർത്ഥിച്ചോണ്ട് കുളിക്കാം. പിന്നെ ശരിയായി അല്ല കുളിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നതല്ലേ? കുളിച്ചോണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തത് അപ്പൊ അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് വേണം മുമ്പ് പറയാൻ പ്രാർത്ഥിക്കാൻ. അനുഭവിച്ചോണ്ടോ? ഫലം അനുഭവിച്ചോണ്ടോ? 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ലേ? അയ്യോ ഞാൻ ഇന്നത് രാവിലെ എങ്ങനെയായിരുന്നേ? ഞാനത് കേട്ട് എനിക്ക് ഉറക്കമുള്ളതുകൊണ്ട് ഞാനങ്ങ് ഉറങ്ങി. ഇപ്പഴായാലും എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നോണ്ട് ഞാനങ്ങ് ഉറങ്ങി. അത് മനസ്സിലാക്കി ഈശോ അവിടെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ഈശോ നമുക്കത് തരും, ഫലം തരും. ഇതൊന്നും ഭയപ്പെടണ്ട. നമുക്ക് കുളിച്ചേക്കാം കേട്ടോ. കുളിച്ചേക്കാം. ഞാനോ? നമുക്ക് അമ്മേനെ കുളിപ്പിക്കാൻ. കുളിക്കണില്ല. അയ്യോ അങ്ങനെ പറയരുത്. ഇല്ല ഇല്ല. ഇതല്ലേ കുഴപ്പം. ഇല്ല ഇന്ന് കുളിക്കണ്ട. ഇതാണ് കുഴപ്പം. ഇതാണ് പനി ഉണ്ടാവും. വേറെ കുളിക്കാൻ പറ്റിയാണ്. 1-2 പ്രാവശ്യം പറ്റിയതാ. എത്ര കുത്തുകയൊക്കെ പറ്റാന്നറിയാം. അതൊക്കെ പറ്റിയതല്ല. ചോദിച്ചു നോക്കൂ ആരോട്? എന്റെ വീട്ടിലുള്ളവരോട്. അത് വേറെ വല്ല കാര്യത്തിലുമായിരിക്കും. അല്ല കുളിപ്പിച്ചാൽ പേരിലൊന്നും അല്ല. ആര് പറഞ്ഞു? ഇന്ന് കുളിക്കുക. സമയമുണ്ടല്ലോ 2 മണി ആയുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇപ്പം കുളിക്കണം. തണുപ്പ് പിടിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടാ ഇപ്പം. തണുപ്പ് ശരീരത്തിലേക്ക് ഭരിക്കുക. ഇന്നേ കുളിക്കുക. അതറിയാവോ? ഇന്ന് നല്ല ചൂടാ. അതുകൊണ്ട് കുളിച്ച കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥന ഒക്കെ ചെല്ലി നേരെ സുഖമായിട്ടിരിക്കില്ലേ? ചൂടല്ലേ? ചൂടൊന്നും നോക്കണ്ട. ചൂടുവെള്ളത്തിലാ കുളിപ്പിക്കണം. ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടില്ല. ചൂടുവെള്ളത്തിലാ കുളിക്കുന്നത് കേട്ടോ. തണുപ്പത്തെ വെള്ളമൊന്നുമല്ല. ചൂടുവെള്ളത്തിലാന്നേ കുളിക്കുന്നേ. ആ എലിക്കുട്ടി കുളിക്കുന്നത് ചൂടുവെള്ളത്തിലാ. കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ ആരെ പോകും? അറിഞ്ഞു പോയാ ചെല്ലി ചെല്ലി ചെല്ലി.
കുളിക്കാൻ ചെല്ലേ, അതൊക്കെ ഓക്കെയാ. കയറി ചെല്ലേ. നമ്പറിൽ അഞ്ചാറ് കുത്തിയപ്പെടുത്താ ആ, അഞ്ചാറ് കുത്തിവെപ്പെടുത്താന്നല്ലേ. പനി കുളിച്ചിട്ട് പനി വന്നിട്ട് കുത്തിവെടുത്തു. കുളിച്ചിട്ട് പനി വന്നല്ലേ. പറഞ്ഞില്ലേ പനി ഉണ്ടാവുന്നു. അത് കാലാവസ്ഥ കുളിച്ചിട്ടാണ് പറഞ്ഞ മാറ്റം ഉണ്ടാവും. അങ്ങനെയാ. ഭിത്തിയിലെല്ലാം തൂക്കാൻ പോക്കോ. ഭിത്തിയിലെല്ലാം ഇരിപ്പുണ്ട്. കുളിയെ കഴിഞ്ഞ് സുന്ദരിയായല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായല്ലോ എന്ന്. ഏ അതിനെ ശ്വാസം മുട്ട. പിന്നെ ശ്വാസം മുട്ടല് കുത്തിവെക്കേണ്ട വരുമോ? ശ്വാസം മുട്ടലാന്നേ. പിന്നെ ശ്വാസം മുട്ടൽ രാത്രി പോവാ. പറയാൻ പോലും പറ്റില്ല. ശ്വാസം മുട്ട. ആ, അവളെ പ്രാർത്ഥന എല്ലാം ചെല്ലി ഗ്യാസ് കയറിയതാ. നോൺ സ്റ്റോപ്പ് പ്രാർത്ഥനയല്ലായിരുന്നു. കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് വന്നത് ഭയങ്കര പ്രാർത്ഥനയല്ലായിരുന്നു. അതാ അവിടെ വന്നിരുന്നാളെ. അവിടെ ഇരിക്കാം, അവിടെ കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാം. ആ, ഉറക്കം വരികയല്ല. ഇപ്പൊ ഉറങ്ങണ്ട, ഇപ്പൊ ഉച്ചയല്ലേ, ഉറങ്ങാൻ സമയമല്ല. തലയ്ക്ക് പനിയാണോ? വിളിച്ചു കഴിഞ്ഞപ്പോഴോ? ഓ, തണുത്തിരിക്കുക. ചുമ്മാ പറയാ ഈ പോലെ പനിയാണ്. കുളിച്ചിട്ടുള്ളതല്ലേ. ആ പിന്നെ പിന്നെ എന്നാ? ആ, കുളിച്ചു കഴിഞ്ഞാൽ പനിയൊന്നുമില്ല. രാവിലെ ഓ ഒന്നുമില്ല, ചൂടൊന്നും ഇല്ലെന്നേ, തണുത്തായിരിക്കുന്നത്. 2 ആഴ്ചയായി. അത് കാരണം അതുകൊണ്ടാണെന്ന് അറിയില്ല. കുളിച്ചിട്ട് 2 ദിവസമായോ? ഈ നേരത്തെ കുളിയില്ല. ആണോ? ഏത് നേരത്താണ് വിളിക്കുന്നത്? ഉച്ച കഴിയുമ്പോഴാണ്. ഉച്ച കഴിയുമ്പോഴാണോ വിളിക്കുന്നത്? കുളിക്കുന്നത് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാണോ വിളിക്കുന്നത്? എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞല്ലേ വിളിക്കുന്നത്? ആ, പിന്നെ കുഴപ്പം? പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മച്ചി. ആ, അമ്മച്ചി. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.